തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്ത ഭൂമിയിൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നാളെ രാവിലെ 6 മണിക്ക് തിരച്ചിൽ പുനരാരംഭിക്കും. അപകട സ്ഥലത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി സനു കെ സജീവ് ചേരുന്നുണ്ട്. സനു, മണിക്കൂറുകൾ നീളുന്ന തിരച്ചിലായിരുന്നു. പരമാവധി പേരെ കണ്ടെത്താനുള്ള ശ്രമത്തിലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നാളെ രാവിലെ ആയിരിക്കും. പ്രധാനമായും നാളെ രാവിലെ തിരച്ചിൽ നടത്തുക അവിടെ സമീപത്തുള്ള ഒരു കുളവും കിണറും കേന്ദ്രീകരിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ പൊട്ടിത്തെറിയുണ്ടായി, സ്ഫോടനമുണ്ടായി, ശരീരഭാഗങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം വരെ തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 42 പേരോളം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് സംഖ്യ എത്തണമെങ്കിൽ അന്വേഷണവും വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതനുസരിച്ചുള്ള നീക്കങ്ങൾ തന്നെയാകുമോ നാളെ നടക്കുക? അത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെയും അതേപോലെ തന്നെ അഗ്നിരക്ഷാ സേനയുടെയും ഭാഗത്ത് നിന്ന് നാളെ ഉണ്ടാവാൻ പോകുന്നത്. കാരണം 42 മന്ത്രി പറയുന്ന കണക്കാണ്. പക്ഷേ അതിനു മുന്നേ ഈ സംഭവം നടക്കുന്ന, ഈ അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് നമ്മളിവിടെ റിപ്പോർട്ടിങ്ങിലെത്തിയപ്പോൾ 45 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോട് ഇതിന്റെ ലൈസൻസി ആയിട്ടുള്ള വ്യക്തി വ്യക്തമാക്കുന്നത്. ലൈസൻസി പറഞ്ഞത് 45 തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ട് എന്നാണ്. ഏറെക്കുറെ നമ്മൾ ആരുടെയും തലയെണ്ണം ഒന്നും എടുത്തില്ലെങ്കിലും റിപ്പോർട്ടിങ്ങിനിടയിൽ നമ്മൾ അവിടെ എല്ലാം നടന്ന സമയത്ത് നമുക്കും ആ ഒരു സംഖ്യയിലേക്കാണ് നമ്മുടെ മനസ്സും എത്തുന്നത്. എന്തായാലും അത്രയും അധികം ആളുകൾ തൊഴിലെടുക്കുന്ന സ്ഥലം, അതേപോലെ തന്നെ ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി, ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി 6ഓളം ആളുകൾ ഇതിന് തൊട്ട് മറുഭാഗത്ത്, അതായത് പാടശേഖരത്തിന് നടുക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു ഭൂമിയിലാണ് ആ പ്രദേശം. ഈ പടക്കം നിർമ്മിക്കുന്ന പടക്കശാല തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു 3.5 ഏക്കറോളം വരുന്ന വിസ്തൃതിയിലാണ്. അതിന് ചുറ്റും വലിയ നെൽപ്പാടമാണ്, വിളവെടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ മറുകരയിൽ ഒരു വീട്ടിൽ പോയി അവർ വെള്ളം കുടിക്കാൻ പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ആ സമയത്ത് ആണ് ഈ അപകടം നടക്കുന്നത് സമയത്ത് സ്ത്രീ തൊഴിലാളികൾ അടക്കം ഇതിലുണ്ടായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് ഒരു 10ലധികം സ്ത്രീ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. അവരും അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ ചിലരും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എണ്ണം എവിടെ എന്നുള്ള ചോദ്യത്തിന് വ്യക്തതയില്ല. അതിനാണ് കൂടുതൽ പരിശോധനകൾ നാളെ നടത്താൻ പോകുന്നത്. മാത്രമല്ല, നമ്മൾ അവിടെ നിന്ന് ഈ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായതിനു ശേഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. ആ പൊട്ടിത്തെറികൾക്കിടയിലും ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഈ പടക്കോപ്പുകൾക്കൊപ്പം തെറിച്ച് നമ്മുടെ മുന്നിലേക്ക് വീഴുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ആ കാഴ്ചയും നമുക്ക് കാണേണ്ടി വന്നു. എന്തായാലും ആ കുളം, ഈ ഒരു വെടിക്കെട്ട് ശാല അല്ലെങ്കിൽ ഈ ഒരു പടക്ക നിർമ്മാണം നടക്കുന്ന ആ ഒരു സ്ഥലത്തിന് സമീപം ഒരു വലിയ കുളമുണ്ട്. ആ കുളത്തില് ഇപ്പൊ താൽക്കാലികമായിട്ട് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം പരിശോധന നടത്തിയപ്പോൾ അതിനുള്ളിൽ നിന്നും മൃതദേഹമോ മറ്റ് അവശിഷ്ടങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വെളിച്ചക്കുറവുണ്ടായിരുന്നു. വൈകിട്ടാണ് ഈ തീ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ ആ കുളത്തിലേക്ക് അടക്കം ഇറങ്ങിയിട്ടുള്ള പരിശോധന നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒന്നും ഇന്നത്തെ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാളെ രാവിലെ വീണ്ടും പരിശോധന പുനരാരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രോണും റോബോട്ട്, കെഡാവർ ഡോഗ് തുടങ്ങി ഉള്ള സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്ന് നാളെ വലിയ പരിശോധന ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും കാണാതെ പോവുകയോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ ഇവിടെ വന്ന് അന്വേഷിക്കാനും അതിന്റെ വിവരങ്ങൾ തേടാനുമുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല രോഹിണി, ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. 2.5-3 മണിക്കൂറോളം ആ പ്രദേശം, ആ ഭൂമി നിന്ന് കത്തുകയായിരുന്നു. ആ കത്തുന്നതിനിടയിലെല്ലാം വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. കണക്കിന് വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്. 1000കണക്കിന് കിലോഗ്രാം വെടിമരുന്ന് അവിടെ അവരെ സംഭരിച്ചു വെച്ചിരുന്നു. അതിനുള്ളിലാണ് ഇവർ ഈ വരാനിരിക്കുന്ന സാമ്പിൾ വെടിക്കെട്ടിനും അതിനുശേഷമുള്ള തൃശൂർ പൂരം വെടിക്കെട്ടിനും 27-ാം തീയതി നടക്കാനുള്ള പകൽപൂരം അതിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനും പലപ്പോഴും തൃശൂർ പൂര വെടിക്കെട്ടിനേക്കാൾ കേമമാകാറുണ്ട് പകൽപൂര വെടിക്കെട്ട്. ഈ പകൽപൂരത്തെക്കാളും തൃശൂർ പൂരത്തെക്കാളും ഒരുപക്ഷെ കേമമായിട്ട് വരാറുണ്ട് ഈ സാമ്പിൾ വെടിക്കെട്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ സംഭരണം, വലിയ ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എത്തിയ സമയത്ത് പോലും തിരുവമ്പാടി ദേവസ്വത്തിലെ അധികൃതർ അറിയിച്ചത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വെടിക്കെട്ടായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു
കനത്തിന്, ആ ഒരു ആവേശത്തിന്, ആ ഒരു രീതിയിലുള്ള ശേഖരം ഇതിനുള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആകാശ ദൃശ്യങ്ങൾ, ഈ അപകടം നടന്നതിന് ശേഷം ഉള്ള ആകാശ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ആ പ്രദേശത്ത് നിരവധി വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു. ആ പുരകളുടെ ഒരു അംശം പോലുമില്ല. മാത്രമല്ല, നമ്മൾ ഈ പാടത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ആ പാടശേഖരത്തിന് നടുക്ക് വലിയ ഹോളോ ബ്രിക്സിന്റെ കട്ടകളാണ് വന്ന് വീണിട്ടുള്ളത്. ആ വെടിക്കെട്ട് പുര സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തെ കട്ടകൾ ഒന്നാകെ തെറിച്ച് പാടശേഖരത്തേക്ക് വന്ന് പതിച്ചിരിക്കുകയാണ്. ഒരു ഹോളോ ബ്രിക്സ് കട്ടയ്ക്ക് മിനിമം 35 കിലോഗ്രാമിലധികം തൂക്കം വരും. അത്തരത്തിലുള്ള കട്ടകൾ ഒന്നാകെ പൊങ്ങി വന്നാണ് ഈ പാടശേഖരത്തിന്റെ 500 മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് പോലും വന്ന് പതിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വെടിക്കെട്ട് നടന്നതിന്റെ, ഇപ്പോൾ ഈ അപകടം നടന്നതിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ വീടുകളുടെ ജനച്ചില്ലുകളെല്ലാം തകർന്നിട്ടുണ്ട്. മാത്രമല്ല, 10 കിലോമീറ്റർ പരിധിയിൽ വലിയ പ്രകമ്പനമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഈ 10 കിലോമീറ്റർ പരിധിയിലുള്ള പല വീടുകളിലും ഇതിന്റെ പ്രകമ്പനമുണ്ടായി വിള്ളലുകൾ പോലും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്, നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതിനിടയിൽ ഇരുന്ന് തൊഴിൽ ചെയ്തിരുന്ന നമ്മുടെ ഇടയിലെ പച്ചയായ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാൻ സാധിക്കും. നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ആ പ്രദേശത്ത് പോലും മനുഷ്യ മാംസം വന്ന് കിടക്കുന്ന, ഛിന്ന ഭിന്നമായി കിടക്കുന്ന പച്ചയായ മനുഷ്യന്റെ മാംസം പോലും നമ്മൾക്ക് കാണേണ്ടി വന്നു. അത്രയ്ക്കും വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി കാണാനിരിക്കുന്നത് 45ഓളം ആളുകളുണ്ട്. അവരൊക്കെ ഇനി ഇപ്പോൾ മരണസംഖ്യ 13 രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഇനിയും കാണാൻ ആളുകളുണ്ട്, കണ്ടെത്തേണ്ടവരുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പോലും ഈ നിമിഷം ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. രോഹിണി. അതെ, സാനു പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരു പക്ഷേ രാവിലെ ഇവരുടെയൊക്കെ ചിരിക്കുന്ന, സന്തോഷത്തോടെ ഇരിക്കുന്ന മുഖങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഏതു രീതിയിലാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും എടുത്തതാണ്, അവിടെയുള്ള ദൃശ്യങ്ങൾ പകർത്തിയതാണ്. ഏകദേശം മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ അതൊരു ദുരന്തഭൂമിയാകും എന്ന് ആരും കരുതിയില്ല. ഒരു നാടൊന്നാകെ വിറങ്ങലിച്ചു പോയ നിമിഷം കൂടിയാണ്. എന്തായാലും ആയിരക്കണക്കിന് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ, വെടിമരുന്ന് ശേഖരം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ തീപ്പൊരി തന്നെ മതിയായിരുന്നു ആ പ്രദേശമാകെ അഗ്നി നാളമാക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഒരു ഭൂപ്രദേശം ആകെ കത്തിക്കരിയുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത വിധം അത്രയും വേഗമാണ് തീ നാളങ്ങൾ അവരെ കവർന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണം, തിരച്ചിൽ നിർത്തി വച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ഥലത്ത് അവിടെ എന്തെല്ലാം കേന്ദ്രീകരിച്ചാണ് സാനു ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം നിലയുറപ്പിച്ചിരിക്കുന്നത്. നാളെ രാവിലെ തിരച്ചിൽ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അവിടെ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്? രോഹിണി, ഇവിടെ വലിയ രീതിയിലുള്ള, രാത്രിയിലും വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുമെന്നാണ് ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കിയിരുന്നത്. ആ ദുരന്ത ഭൂമിയിൽ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും വെളിച്ചമാക്കി എത്തിച്ചെങ്കിലും ആ വെളിച്ചങ്ങളൊന്നും പര്യാപ്തമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഫയർഫോഴ്സിന്റെയും അതേപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയൊക്കെ വലിയ സാന്നിധ്യം ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴുമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ കയറി വരുമ്പോൾ അവിടെ നിറച്ച ആളുകളും ഈ തൊഴിലിന് വന്നിരിക്കുന്നവരുടെ വാഹനങ്ങളും ഒക്കെ കൊണ്ട് ഒരു ഉത്സവ അന്തരീക്ഷത്തിനിടയിലേക്കാണ് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ നമ്മളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആ ഭൂമി നോക്കിയേ വലിയ ദുരന്ത ഭൂമിയായിട്ട് അവശേഷിച്ചിരിക്കുന്നു. വെറും ചാരമായി മാത്രം കിടക്കുകയാണ്. ഇനി ഈ നാളെ നടത്താനുള്ളത്, ഇതിനിടയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആ ദുരന്തത്തിനിടയിൽ ഈ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യന്റെ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നാളെയുള്ള പരിശോധനകൾ എന്തായാലും നടക്കുക എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഈ തീ നിയന്ത്രണ വിധേയമാക്കി വന്നപ്പോൾ തന്നെ സന്ധ്യ മയങ്ങിയിരുന്നു. മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ഫയർഫോഴ്സിനടക്കം അഗ്നിരക്ഷാ സേനയ്ക്കടക്കം ആ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ തന്നെ സാധിച്ചത്. കാരണം പാടശേഖരത്തുകൂടി പ്രത്യേകം വഴിവെട്ടി JCB മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് പ്രത്യേകം വഴിവെട്ടിയാണ് ഫയർഫോഴ്സിന് ആ ദുരന്ത ഭൂമിക്ക് സമീപത്തേക്കെങ്കിലും എത്താൻ സാധിച്ചത്. അങ്ങനെ ഫയർഫോഴ്സ് അവിടെ എത്തുമ്പോൾ പോലും അവർക്ക് അവിടേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും വലിയ പൊട്ടിത്തെറി ഉള്ളിൽ നടക്കുന്നു. സമയത്ത് ഒരു സമയം കണ്ട് വലിയ പൊട്ടിത്തെറി ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് ചെന്ന് കയറുന്ന സമയത്ത് കൂട്ടപ്പൊരിച്ചിലുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് മനുഷ്യന്റെ മാംസങ്ങളടക്കം ഒരുപക്ഷെ അവർ അവിടെ പിടഞ്ഞ് വീട് ജീവൻ അവസാനിച്ചവരായിരിക്കാം. അവരുടെ അടക്കം മാംസങ്ങൾ തെറിച്ച് ഈ പടക്കങ്ങൾക്കൊപ്പം, ഈ പൊട്ടിത്തെറിക്കൊപ്പം നമ്മളൊക്കെ നിൽക്കുന്നതിന് മുന്നിലേക്ക് വീഴുന്ന പോലും ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം
പിൻവാങ്ങുകയായിരുന്നു. പൂർണ്ണമായിട്ടും തീ അവിടെ ഒരു പരിധി വരെയെങ്കിലും കത്തി അമർന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ അധികൃതർക്ക് അവിടേക്ക് ചെല്ലാൻ സാധിച്ചത്. കാരണം ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ 10-45 ആളുകൾ അതിനിടയിൽ പെടുന്ന സമയത്ത് പോലും നമുക്ക് കാഴ്ചക്കാരായി, വെറും കാഴ്ചക്കാരായി കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രം സാധിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്നുണ്ടായിരുന്നത്. കാരണം അത്രയ്ക്കും വലിയ സ്ഫോടനം അതിനുള്ളിൽ നടക്കുന്നു, തുടർച്ചയായിട്ടുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു. ഇനി എന്താണ് ശേഖരമുള്ളത് എന്ന് പോലും കണ്ടെത്താൻ സാധിക്കാത്ത, ഒരു ഡ്രോൺ പോലും അവിടേക്ക് പറത്താൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഈ മുകളിൽ, ആകാശത്തിന്റെ മുകളിലേക്ക് പോയി പൊട്ടുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ അടക്കം, അതിന് ടൈമർ അടക്കം സെറ്റ് ചെയ്ത് വലിയ രീതിയിൽ അവിടെ ശേഖരിച്ചു വെച്ചിരുന്നു. അതിപ്പോ മുകളിലേക്ക് ഓരോ തിരുനാളുകളും അല്ലെ ഓരോ പടക്കങ്ങളും പോയി പൊട്ടുമ്പോൾ ഈ ഡ്രോണുകളൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനാൽ തന്നെയാണ് ഡ്രോൺ വെച്ചുള്ള പരിശോധനയ്ക്ക് പോലും അധികൃതർ മുതിരാതിരുന്നത്. തുടർന്ന് ഈ തീ കെട്ടതിന് ശേഷം, ഒരു പരിധിവരെ അമർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് അവിടേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ആ തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് മിച്ചമുണ്ടായിരുന്ന പടക്കങ്ങൾ പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ ചെയ്യാനെങ്കിലും സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം അതിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ മറ്റ് മൃതദേഹങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം, ഇത്രയും മണിക്കൂറുകൾ നിന്ന് തീ കത്തിയപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും ജീവന്റെ തുടിപ്പുണ്ടായിരുന്നെങ്കിൽ അതുകൂടി ആ അഗ്നി കവർന്നിരിക്കാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇനി നാളെയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കണക്കെടുപ്പുകളൊക്കെ ഉണ്ടാവുക. ആരാണ്, എത്ര പേരാണ് ആ നിമിഷം അവിടെ ഉണ്ടായിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. കാരണം പരിക്കേറ്റവരുണ്ട്. ആ പരിക്കേറ്റവരിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി സാംശീകരിച്ചുകൊണ്ട് വേണം അതിലൊരു വ്യക്തത വരുത്താൻ. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്കൊപ്പം തന്നെ ഈ തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്നും 5ഓളം ഉദ്യോഗസ്ഥർ കൂടി അവിടെ എത്തിയിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട്. ഇവർക്ക് ഭക്ഷണമടക്കം വിതരണം ചെയ്യാൻ ശരി, വേണ്ടി സനു തുടരുക. സനുവിലേക്ക് എത്താം. കാരണം ഈ കണക്കുകൾ സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും എന്തുകൊണ്ട് തുടരുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഈ അപകട സമയത്തും.